കൊച്ചി ഐമാക്സ് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കാണാൻ വേണ്ടി പോയി. പുഷ്പ 2 ആണ് ഞാൻ കാണാൻ പോയത്. കൊച്ചി സെൻട്രൽ മോളിലുള്ള സിനിപോളിസിലാണ് ഐമാക്സ്. പടം എനിക്ക് രാവിലെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ദ ഐമാക്സ് ലവർ ഇൻ മീ കാൺ റെസിസ്റ്റ്. എന്നെ പോലെ ദേവരി ഭ്രാന്തം വന്ന് നിൽക്കുന്നു രാവിലെ. എന്നെ പോലെ ധീരനായ മനുഷ്യനാണ്. രണ്ടാമത് കാണാൻ വന്നിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞോളൂ, ഐമാക്സ് ലവറായ നമുക്ക് ഇരിപ്പുറക്കുള്ളന്ന് വീട്ടിൽ ഈ പടമായിട്ട് കൂടി നമ്മുടെ ഐമാക്സ് ഗ്രൂപ്പിലുള്ള പിള്ളേർക്കൊരു ഹായ് പറഞ്ഞേ. നമ്മൾ രണ്ടുപേരുടെയും വീഡിയോ കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹപ്പെട്ടിരിക്കുന്നല്ലേ. അപ്പോൾ ഇതാണ് ഐമാക്സിൻ്റെ എൻട്രൻസ്. സ്ക്രീൻ 2 സിനിപോളിസ് കൊച്ചി. 229 സ്റ്റേഡിയം സ്റ്റൈല് ഇൻക്ലൈൻഡ് സീറ്റിംഗ് ആണ് ഇവിടെ ഉള്ളത്. വീൽ ചെയർ ആക്സസിബിളും ആണ്. അപ്പോൾ വി ആർ എൻ്ററിങ് കൊച്ചീസ് ഫസ്റ്റ് എവർ ഐമാക്സ് ആൻഡ് കേരളാസ് ഫസ്റ്റ് എവർ ലേസർ ഐമാക്സ്. അയ്യോ ലൈറ്റ് ഇല്ല. ഫസ്റ്റ് നോട്ടത്തിൽ തന്നെ എനിക്ക് ഓർമ്മ വന്നത് മുംബൈയിലുള്ള സീ വുഡ്സ് മോളിലുള്ള സിനിപോളിസ് ഐമാക്സ് ആണ്. രാവിലെ സ്ക്രീൻ എന്താണ് അഭിപ്രായം? നീ ഹാപ്പി അല്ലേ? എനിക്ക് ഉറപ്പായിരുന്നു നീ ഹാപ്പി ആവുന്നു. നീ സൈഡ് കണ്ടാ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരുമാതിരി ബെസൽലെസ് അവസ്ഥയാണ്. ഞാൻ ഇത്രയും ക്ലോസ് ആയിട്ട് ഒരിടത്തും കണ്ടിട്ടില്ല. നവി മുംബൈയിലുള്ള സീ വുഡ്സ് മോളിൽ ഞാൻ നേരിട്ട് പോയിട്ടില്ലെങ്കിലും ഞാൻ അവിടെ ഐമാക്സിൻ്റെ ഓപ്പൺ ഹൈമർ ടിക്കറ്റ് റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു തിയേറ്ററാണ് എനിക്കിത് കണ്ടപ്പോഴേക്കും ഓർമ്മ വന്നത്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ലൈറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും കൂരിട്ടാണ്. എന്തായാലും I-12 ആയിരുന്നു എൻ്റെ സീറ്റ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കറക്റ്റ് സമയത്ത് സിനിമ തുടങ്ങി. ആഡും ട്രെയിലേഴ്സും ഉണ്ടായില്ല. ഐമാക്സിൽ ചെല്ലുമ്പോൾ നിങ്ങൾ എപ്പോഴും നേരത്തെ തന്നെ കയറാൻ നോക്കുക. ഈ കൗണ്ട് ഡൗൺ മിസ്സാക്കരുത്. ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങളെ കിളി വാറും. എല്ലാവരും ഭയങ്കര കൗതുകത്തോടെ കാണുന്നൊരു സാധനമാണ്. എസ്പെഷ്യലി ഇത് 3Dയിൽ ഫുൾ സ്ക്രീൻ പടങ്ങൾ കാണാൻ ചെല്ലുമ്പോൾ വേറെ ലെവലായിരിക്കും കൗണ്ട് ഡൗൺ. അതുകൊണ്ട് തന്നെ ഓർക്കുക, തിയേറ്ററിൽ വൈകി ചെല്ലരുത്. ഷോ തുടങ്ങുന്നതിന് മുന്നേ 5 മിനിറ്റെങ്കിലും നേരത്തെ ചെല്ലുക. ഈ കൗണ്ട് ഡൗൺ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ. അങ്ങനെ സിനിമ തുടങ്ങി. ബ്ലാക്കൊക്കെ നല്ല റിച്ച് ബ്ലാക്ക് ആയിരുന്നു ലേസർ ആയതുകൊണ്ട്. നീണ്ട 1.25 മണിക്കൂർ കഴിയുമ്പോൾ ഇൻ്റർവെല്ലായി. ഇൻ്റർവെല്ലിന് പുറത്തേക്ക് പോകാനേ തോന്നിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വീഡിയോസും ഫോട്ടോസും എടുക്കുകയാണ് ചെയ്തത്. ഒരു വിധത്തിൽ ഞങ്ങൾ ഈ സിനിമ കണ്ട് മുഴുവിപ്പിച്ചു. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവാർഡ് നിങ്ങൾ തരണം. ഇതെല്ലാം കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു സന്തോഷമായ ഒരു കാര്യം കണ്ടു. ഒപ്റ്റിമൈസ് ഫോർ ഐമാക്സ് തിയേറ്റേഴ്സ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊരു ഐമാക്സ് DMR ചെയ്ത സിനിമയാണെന്നുള്ളത്. എന്തായാലും ഇതാണ് ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഐമാക്സിൻ്റെ. ഇതുപോലുള്ള 2 സ്പീക്കേഴ്സ് മാത്രമേ നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റുള്ളൂ, അതും പുറകിലായിട്ട്. ഈ 2 സ്പീക്കേഴ്സും ഇതുപോലുള്ള ഫ്രെയിം ആൻഡ് ചെയിനിലാണ് സസ്പെൻഡ് ചെയ്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഈ കാണുന്ന 52 ഫീറ്റ് സ്ക്രീൻ സൈസ് വരുന്ന സ്ട്രോങ് MDI എന്ന് പറഞ്ഞ കനേഡിയൻ കമ്പനിയുടെ സ്ക്രീനിൻ്റെ പിറകിലായിട്ടാണ്. ലേസർ XT ഐമാക്സ് പ്രൊജക്ഷനോടുകൂടിയ ഈ തിയേറ്റർ 2.5 മാസം കൊണ്ടാണ് പണിതെന്നുള്ളത് എനിക്ക് അത്ഭുതമാണ്. സിനിപോളിസിൻ്റെ 2K പ്രൊജക്ഷൻ വിത്ത് 7.1 ആയിരുന്ന ഒരു തിയേറ്ററിനെ റെട്രോഫിറ്റ് ചെയ്ത് ഒരു 1.90 ഐമാക്സ് XT വിത്ത് ലേസറാക്കി മാറ്റിയ ഇവരെ സമ്മതിച്ചേ പറ്റുള്ളൂ. ഓഡി സൈസും ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസും കുറച്ച് സൗണ്ട് ലീക്കേജിൻ്റെ പ്രോബ്ലം കാരണം 12 ചാനൽ ഇവർക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റിയില്ല. 6 ചാനൽ 5.1ലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമൽ 5.1 അല്ല, ഐമാക്സിൻ്റെ 5.1 ആണ്. ബേസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബർ കൂടിയാണ്. ആള് കാക്കനാടല്ലേ വീട്? പേര് പറഞ്ഞേ? അലൻ. എങ്ങനെയുണ്ട് അഭിപ്രായം പറ. എന്താ തോന്നിയത്? വേറെ എവിടെയെങ്കിലും ഐമാക്സ് കണ്ടിട്ടുണ്ടോ? ഇല്ല കണ്ടിട്ടില്ല. അപ്പൊ തിയേറ്ററെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. സിനിമയുടെ അഭിപ്രായം എനിക്ക് മനസ്സിലായി. തിയേറ്റർ അടിപൊളിയാണ്. തിയേറ്ററിൽ ഇനിയും വരണം. ഓക്കെ. സ്റ്റാഫ് പറഞ്ഞത് ലൈറ്റ് ഓഫ് ചെയ്യണേ ഒരു സാധനം കാണിച്ചു തരാന്ന. ബാക്കി നടന്നത് ചരിത്രം. ഫുൾ സിനിമയെക്കാളും വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആ കണ്ട ഒരൊറ്റ ട്രെയിലർ. ഇവിടുത്തെ ഒരു ഫീല് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ഞാൻ എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു നോക്കാം. ഇത് ഞാൻ ഇവിടെ ചെന്നപ്പോൾ എടുത്ത കുറച്ച് ഫോട്ടോസാണ്. ഇത് കൂടാതെ ഞാൻ എടുത്ത സാമ്പിൾ വീഡിയോസ് ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ ഇടാം. അതൊന്ന് എടുത്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ചെന്ന് ഒരു സിനിമ കാണുക. പ്രിഫറബിളി 1.90 റേഷ്യോയിലുള്ള ഒരു സിനിമ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഐ ഡിക്ലെയർ ദിസ് ആസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഐ ഹവ് വിസിറ്റഡ് ആൻഡ് ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള റൈറ്റ് നൗ. ഫൈനലി Kochi's IMAX with laser, Kerala's first IMAX with laser, India's first IMAX with laser by Cinepolis, South India's second IMAX with laser. എല്ലാം നമ്മൾ കൊച്ചിയിൽ തന്നെടാ.
കുറേ നാളായില്ലേ നിങ്ങൾ അവിടെ തെക്കി കിടക്കുന്ന കുറേമാർ കിടന്നിട്ട് ചൊറിയാൻ തുടങ്ങിയിട്ട്. എടേ, ദിസ് ഹാസ് ബിക്കം വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റേഴ്സ് ഇൻ കേരള. കാരണം എന്താണെന്ന് അറിയാമോ, നിങ്ങളുടെ അവിടുത്തെ ഐമാക്സിൽ 4K 3D കണ്ടൻറ്റ് പ്ലേ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, 2K ഡ്യുവൽ സീനോൺ ഐമാക്സ് ആണ്. 4K 3D പടം പ്ലേ ചെയ്യാൻ പറ്റൂല. എന്നാൽ ഇനി തൊട്ട് കൊച്ചിക്കാർക്ക് 4K 3D ഐമാക്സ് DCP വന്നാൽ 4Kയിൽ 3D പടം കാണാം. ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ 4Kയിൽ 3D പടം കാണാൻ പറ്റുന്ന തിയേറ്റേഴ്സ്. അതിലൊരു തിയേറ്റർ ഇപ്പം ഞങ്ങൾ കൊച്ചിക്കാർക്ക് സ്വന്തം. നിങ്ങൾക്ക് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ, അതുപോലെ 4K 3D കാണണമെന്നുണ്ടെങ്കിൽ ഐമാക്സ് കാണാൻ ഇങ്ങ് വാ, ട്രെയിൻ കയറി ഇതൊക്കെ പിടിച്ച് ഇങ്ങ് വാ. കുറേ നാൾ ഞങ്ങൾ അങ്ങോട്ട് വന്നതല്ലേ, നിങ്ങൾ എന്തായാലും ഇനി ഇങ്ങോട്ട് വാ. കേരളത്തിലെ ബെസ്റ്റ് തിയേറ്റേഴ്സ് എന്താണെന്നുള്ള 2 വർഷത്തിനുള്ളിൽ കൊച്ചിക്കാർ കാണിച്ചു തരും. ഓക്കെ, സന്തോഷമില്ലേ? ഇത് ഞാൻ കുറേ നാളായിട്ട് പറയണമെന്ന് ഞാൻ ഓങ്ങി വെച്ചിരുന്നതാടേ. കുറേ നാളായിട്ട് ഞാൻ ഓങ്ങി വെച്ചിരുന്നത്. കുറേ നെഗറ്റീവ് ഓളി കുറേ ടീമുകളുണ്ട്, അവന്മാർക്കുള്ള മറുപടിയാണ്. ഇതാണ് ഞങ്ങളുടെ മറുപടി. ഐമാക്സ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ മറുപടിയാണ് ഈ കാണുന്നത്. കൊച്ചിക്കാരുടെ മറുപടിയാണ് മക്കളെ നിങ്ങൾക്ക്. എന്തായാലും ഇങ്ങ് വാ. ഇപ്പം നിങ്ങൾ കുറേ പേര് പറയും, അയ്യോ ഞങ്ങളുടെ അവിടെ വലിയ സ്ക്രീൻ ഉണ്ട്, അയ്യോ ഞങ്ങളുടെ അവിടെ മറ്റേ കുറച്ചുകൂടി നല്ല സീറ്റ് ഉണ്ട്, അയ്യോ ഞങ്ങളുടെ ഐമാക്സ് എന്നൊക്കെ പറയും. ഇടേ, 3D പ്ലേ ചെയ്യാൻ പറ്റുമോ 4Kയിൽ? ഇല്ലല്ല. പോ ജാവോ, അത്ര പറയാനുള്ളു. അല്ലെങ്കിൽ ആവോ, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരുന്ന് കാണാം. ഇവിടെ ഇരുന്ന് കാണാം നമുക്ക്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സും കിട്ടൂലടേ. കുറേ നാളായിട്ട് ഞാൻ ഓങ്ങി വെച്ചതാണ്. കിട്ടുമ്പോൾ ഞാൻ പറയാൻ നോക്കിയിരിക്കണമായിരുന്നു. കുറേ നാളായിട്ട് ഓങ്ങി വെച്ചാണ്. ഇത് ഞാൻ ഈ നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള മറുപടിയാണ് ഈ കാണുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ബാക്കി എല്ലാവരും ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ടു സിനിപോളിസ് ഐമാക്സ് കൊച്ചി വിത്ത് ലേസർ. എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. ഇവിടെ കാണേണ്ട സിനിമ വരാനിരിക്കുന്ന മുഫാസ 3D ആണ്. മുഫാസ ദ ലയൺ കിങ് 3D ആണ് ഇവിടെ കാണേണ്ട പടം. കാരണം നിറഞ്ഞിരിക്കും, ഈ സ്ക്രീൻ നിറഞ്ഞിരിക്കും. സ്ക്രീൻ സൈസ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ഏകദേശം 52 അടിയുണ്ട്. 54 അടിയുള്ള സ്ക്രീനായിരുന്നു, പക്ഷേ ഇത് ഫിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സൈഡ് പോകും. അതാണ് 52 അടി ഓളം വലിപ്പമുള്ള സ്ക്രീൻ. ഈ തിയേറ്ററിനകത്ത് നിങ്ങൾ കാല് കുത്തി കഴിയുമ്പോൾ നിങ്ങൾ ഇത് ചെറുതാണെന്ന് ഒരിക്കലും പറയില്ല. എന്താ കാരണം ഞാൻ പറയട്ടെ, ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ, ഞാൻ ഇവിടെ അല്ലാതെ കാണിച്ചു തരാം. ആ നിൽക്കുന്നത് രാഹുലാണ്, എൻ്റെ ഫ്രണ്ടാണ്. ഐമാക്സ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു മച്ചാനാണ്. ആളുടെ ചാനൽ രാഹുൽ 360 എന്നുള്ള ചാനൽ പോയി എടുത്ത് നോക്കുക. രാഹുൽ ആർന്നും കൂടി പേര് കൊടുത്തിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് പോയി നോക്കുക. എന്നെപ്പോലെ തന്നെ ഐമാക്സ് ഒരുപാട് ഇഷ്ടമുള്ള, തിയേറ്റേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ള മച്ചാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് പുഷ്പ ഐമാക്സിൽ കാണാൻ പോയത്. ഞാൻ കാണണമെന്ന് ഒരിക്കലും തീരുമാനിച്ചതല്ല, പക്ഷേ രാഹുൽ വിളിച്ചിട്ട് പറഞ്ഞു രാഹുൽ പോകേണ്ട ഇട വാന്ന് പറഞ്ഞ്. ആദ്യം ഞാൻ ഇല്ലാന്നൊക്കെ പറഞ്ഞു. കുറച്ച് കഴിയുമ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ആ ഐമാക്സ് ഓളി അങ്ങോട്ട് പുറത്തേക്ക് വന്നു. എനിക്ക് പറ്റുള്ളത്, എനിക്ക് വീട്ടിൽ ഇരിപ്പുറക്കാനുള്ള. ഞാൻ അപ്പം തന്നെ ബുക്ക് മൈ ഷോ എടുത്ത് ബുക്ക് ചെയ്ത് നേരെ അങ്ങ് പോയി. ഞങ്ങൾ ഇന്നലെ, അതായത് ഇന്നലെ എന്ന് പറയാൻ കാരണം ഇതിപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നലെ ഞങ്ങൾ ഇനോഗ്രേഷൻ ഡേ തന്നെ സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ എക്സ്പീരിയൻസ് ചെയ്തു. അതെ, സിനിപോളിസ് ഐമാക്സ് വിത്ത് ലേസർ തുറന്നിരിക്കുകയാണ് ഗൈസ്. നേരെ ബുക്ക് മൈ ഷോ എടുക്കുക, അല്ലെങ്കിൽ സിനിപോളിസിൻ്റെ വെബ്സൈറ്റ് എടുക്കുക, ഐമാക്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറി സിനിമ സെലക്ട് ചെയ്യുക. ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് പുഷ്പയാണ്. പക്ഷേ ഐ ഹൈലി റെക്കമെൻഡ് ദാറ്റ് യു വെയിറ്റ് ഫോർ മൊവാന 2 3D, അല്ലെങ്കിൽ മുഫാസ ലയൺ കിങ് 3D, അതും അല്ലെങ്കിൽ നോസ്ഫെററ്റു, അത് ജനുവരിയിലാണ്. പിന്നെ ഇൻ്റർസ്റ്റെല്ലാർ എല്ലാം വരുന്നുണ്ട്. ഇനി നമ്മൾ ഐമാക്സിലായിരിക്കും എല്ലാ ഐമാക്സ് പടങ്ങളും കാണുന്നത്. ഒറ്റ പടം മിക്സ് ചെയ്യാതെ മാക്സിമം എല്ലാ പടം തന്നെ പോയി കാണുന്നതാണ്. ചിലപ്പോൾ കാട്ടപരാധവും അങ്ങനെ പല സാധനമൊക്കെ കാണേണ്ടി വരും. അങ്ങനത്തെ ഒരു അപരാധമാണ് ഞങ്ങളിന്ന് കണ്ടത്. എന്നാലും കുഴപ്പമില്ല. നമ്മളിന്ന് പോയത് ആ സിനിമ മനസ്സിൽ കണ്ടിട്ടല്ല, ഈ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗുണവും കൂടി ഉണ്ടായി. ഞങ്ങൾ ഈ സിനിമ കണ്ടതിന് ശേഷം ഞങ്ങൾക്ക് സിനിപോളിസ് ഞങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തന്നു. ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് ചെന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കാതെ തന്നെ ഞങ്ങൾക്ക് സ്പൈഡർമാൻ 3 ഒറിജിനൽ ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാൻ 3ൻ്റെ ട്രെയിലർ പ്ലേ ചെയ്ത് കാണിച്ചു. അതുകൂടാതെ പോളാർ എക്സ്പ്രസ് 3Dയുടെ ട്രെയിലർ ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നു. സ്പൈഡർമാൻ 3 ഒരു 1.90:1 റേഷ്യോ മൂവിയാണ്. വേറെ ലെവലിയുടെ സ്ക്രീൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ, ഞാൻ നിങ്ങൾക്ക് വിഷ്വൽസ് എല്ലാം കാണിച്ചു തരാം. ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. എടുക്കുക, കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഞാൻ കണ്ട
ഓൾമോസ്റ്റ് ആ ഒരു എഫക്റ്റ് തന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എടുത്തിരിക്കുന്നത് iPhone 13 Pro Maxലാണ്. 1080 റെസൊല്യൂഷനിൽ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് 60 ഫ്രെയിംസിൽ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കാണുന്ന ക്വാളിറ്റി അല്ല കിട്ടുന്നത്. എന്തായാലും നിങ്ങൾക്ക് അറിയില്ല എത്രത്തോളം കംപ്രസ് ആവും, എത്രത്തോളം ഡിഫറൻ്റ് ആയിരിക്കും എന്നൊക്കെ. പക്ഷേ എൻ്റെ മക്കളെ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ കിളിയും കിളിക്കൂടൊക്കെ പറക്കും. നിങ്ങൾ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂരിൽ പോയി സിനിമ കാണാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ മുംബൈയിലുള്ളോ ഡൽഹിയിലുള്ളോ IMAX വിത്ത് ലേസറിലൊന്നും സിനിമ കാണാത്തവരാണെങ്കിൽ യു ആർ ഇൻ ഫോർ എ ട്രീറ്റ്. നമ്മുടെ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂരിലുള്ള സെയിം പ്രൊജക്ടറിൻ്റെ 2024 വേർഷനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അതായത് എ ബിറ്റ് മോർ അഡ്വാൻസ്ഡ് പ്രൊജക്ടർ ദാൻ വാട്ട് ഇസ് ഇൻ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസ്. ഇവിടെയുള്ള സ്പീക്കർ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് 5.1 അഥവാ 6 ചാനൽ എല്ലാവരും പറയപ്പെടുന്ന IMAXിൻ്റെ സ്പീക്കർ സിസ്റ്റമാണ്. എടേ അത് ഫുൾ റേഞ്ച് സ്പീക്കറാണ്. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന 5.1 അല്ലെങ്കിൽ ലോക്കൽ തിയേറ്റേഴ്സിലിരിക്കുന്ന 5.1 സെറ്റപ്പ് അല്ല ഇത്. ഇത് IMAXഡാ. ഇത് സാധനം വേറെയാണ്. ഫുൾ റേഞ്ച് സ്പീക്കേഴ്സാണ്. 5.1 തന്നെ ധാരാളമാണ്. 6 ചാനലിൽ നിന്നാണ് അറിയപ്പെടുന്ന 6 ട്രാക്ക് എന്ന് പറഞ്ഞാൽ ഇതിലാണ് സിനിമകൾ വരുന്നത്. DCP ഒക്കെ എടേ IMAXിൻ്റെ DCP സമ്മതി വേറെയാണ്. ഒരുമാതിരി സാധാരണ മാരുതിക്കാരും ഫെറാറിയും തമ്മിൽ കമ്പയർ ചെയ്യണ പോലെ ആയിപ്പോകും. ഇത് ഫെറാറി ആണിടെ, മാരുതി ആയിട്ട് കമ്പയർ ചെയ്യല്ലേ, അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങൾ ഇത് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാനിങ്ങനെ പറയുന്നതിലൊന്നും കാര്യമില്ല. നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്നുള്ള. കുറേവന്മാരുണ്ടല്ലോ, കുറേ നാൾ നമ്മളിങ്ങനെ മാന്തി ചൊറിഞ്ഞിരിക്കണമായിരുന്നു. ഇന്ന് ഞങ്ങൾ വെട്ടാണ് ചെയ്തത് ഈ തിയേറ്റർ വെച്ചിട്ട്. ഇത് ഞങ്ങളുടെ മറുപടി ഒരു വെട്ടാണ്. നല്ല ആറ്റം, നല്ല സൂപ്പർ കശാപ്പ് വെട്ട്. ആ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ തിയേറ്റർ കയറാൻ പോകുന്നത്. ഞാൻ പറയുകയാണ്, ദിസ് ഈസ് അൺഡൗട്ടഡ്ലി വൺ ഓഫ് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള. ഈ ഒരു പർട്ടിക്കുലർ സ്ക്രീൻ ഇസ് ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള എന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. കാരണം ഇത് IMAX ആണ്. സാധാരണ ഡോൾബി അറ്റ്മോസും 4K ലേസർ പ്രൊജക്ഷനുള്ള തിയേറ്ററായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് സാധനം ഐറ്റം വേറെയാണ്. അതുകൊണ്ട് തന്നെ വേറെ എത്രയൊക്കെ 64 ചാനൽ അറ്റ്മോസ് ഉള്ള തിയേറ്ററാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. IMAX സൗണ്ട്, IMAX വിഷ്വൽ ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഇത് ഭാവിയിൽ ഉറപ്പായിട്ടും 12 ചാനലായിട്ട് അപ്ഗ്രേഡ് ആയാൽ വേറെ റേഞ്ചായി മാറും. പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ആ സീനായിരിക്കും. ഐ സിൻസിയർലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഹോപ്പ് ട്രിവാൻഡ്രം IMAX ഗെറ്റ് അപ്ഡേറ്റഡ് ടു 4K ലേസർ ആൻഡ് 12 ചാനൽ. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എത്രയൊക്കെ ഈ ചൊറിയന്മാർ വന്ന് കുണച്ചാലും എനിക്ക് അവിടെ നല്ല കുറേ ആളുകൾ അറിയാം. അവരൊക്കെ ദേ ഡിസർവ് ഇറ്റ്. കാരണം ഇതിനേക്കാളും വളരെ വലിപ്പമേറിയ സ്ക്രീനും ഹോളുമായിട്ടുള്ള ഒരു തിയേറ്ററാണ് ട്രിവാൻഡ്രത്തുള്ളത്. ആ ഹോളിൽ 12 ചാനൽ വെക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കയറി വരുമ്പോൾ തന്നെ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീൻ, അതിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് വേറെ സ്ക്രീനോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് ലീക്കേജ് വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഓഡിറ്റോറിയം ക്യാൻ ബി അപ്ഗ്രേഡഡ് ടു 12 ചാനൽ ആൻഡ് ലേസർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വേറെ സീനായി മാറും. അത് ഞാൻ ഹോൾ ഹാർട്ടഡ്ലി ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ചൊറകൾക്കൊരു മറുപടി കൊടുക്കണം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് കൊടുത്തില്ല. അവർ എഴുന്ന് വാങ്ങിയതാണ്. എന്നെ തോണ്ടി എൻ്റെ അണ്ണാക്കി എന്നത് പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. അത് അവൻ്റെ അണ്ണാക്കിയും വെച്ച് പൊത്തി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിപ്പോൾ നിങ്ങൾ സാധാരണക്കാരത് മൈൻഡ് ചെയ്യേണ്ട. കുറേ ഉന്മാരുണ്ട്, അവന്മാർക്ക് വേറെ ആരും വേറെ എന്ത് വന്നാലും ഇല്ല, ഞങ്ങൾക്ക് മാറ്റുള്ളൂ, ഞങ്ങളുടെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അവന്മാർക്ക് കൊടുത്താണ്. ഇടയിൽ നമുക്കും തിരിച്ച് മറുപടി തരാൻ അറിയാം. ഇങ്ങനെ മറുപടി തരണത് 2 കൊല്ലത്തും കഴിയുമ്പോഴേക്കും ഓരോരോ പുതിയ സാധനങ്ങൾ വരുമ്പോഴേക്കും അതും ഞാൻ കാണിച്ചുകൊണ്ട് നിങ്ങൾക്കുള്ള കുണ ഞാൻ വേറെ തരും. ഇങ്ങോട്ട് കുണച്ചാൽ അങ്ങോട്ട് നല്ല കുണ തിരിച്ച് കിട്ടും. അത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിലൂടെ ഞാൻ പറഞ്ഞത്. എന്തായാലും 229 സീറ്റ്സാണ് ഇതിനകത്തുള്ളത്. സീറ്റ്സ് നിങ്ങൾ ഓൾറെഡി കണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു റേസിംഗ് സ്റ്റൈൽ ഓഫ് ഒരു ടൈപ്പ് ഓഫ് സീറ്റാണ്. സീറ്റ്സ് എങ്ങനെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോറം മോളിലുള്ള PXL അല്ലാത്ത തിയേറ്റേഴ്സിലുള്ള സീറ്റില്ല, അതുപോലത്തെ ഒരു ടൈപ്പ് സീറ്റാണ്. കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മോശമല്ല, കുഴപ്പമില്ല അങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ ഫോർമോളുള്ള PXL-ഒക്കെയുള്ള ഫയർകോഡ് ടൈപ്പ് ഓഫ് മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ഇമ്പോർട്ട് ചെയ്ത സീറ്റ്സ് ഉണ്ട്. അതൊരു രക്ഷയില്ല, ഭയങ്കര സുഖമാണ്. അതേ സീറ്റ് തന്നെയാണ് നമ്മുടെ PVR ട്രിവാൻഡ്രത്ത് ഇരിക്കുന്നത്. അത് ഞാൻ അക്നോളജ് ചെയ്യുന്നു. നല്ലത് കണ്ടാൽ നല്ലത് പറയും, നല്ലത് അനുഭവിച്ചാൽ നല്ലത് പറയും, മോശം ഉണ്ടായാൽ മോശം പറയും, ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അപ്പോൾ ഒന്നും തോന്നരുത്. ട്രിവാൻഡ്രത്തുള്ള സീറ്റ് ഇസ് ഫാർ മോർ ബെറ്റർ എന്ന് ഞാൻ തുറന്നു പറയാണ്. ട്രിവാൻഡ്രത്തെ സീറ്റ് മാത്രം മനസ്സിലായില്ലേ? വലിയ ഒരു സ്ക്രീൻ ഉണ്ടായിട്ടൊന്നും കാര്യമില്ലടേ. അവിടെ 4K 3D പടം പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 4K പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ 4K കാണുമ്പോൾ നിങ്ങൾ അവിടെ 2K 3D നിന്ന് കണ്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. DCP ഇനി 4K 3D വരുമ്പോൾ ഞങ്ങളിവിടെ ഷോ കാണിക്കൂടെ, നമ്മൾ പട്ടി ഷോ കാണിക്കും. കാരണം നമുക്ക് അതിനുള്ള സാധനമുണ്ട്. എടുത്തു പറയേണ്ട കാര്യം ബെസൽ അല്ലെങ്കിൽ എഡ്ജ് ടു എഡ്ജ് എന്ന് പറയും. ബെസൽ എന്ന് പറയാൻ കാരണം ഈ മൊബൈലിൽ എല്ലാവർക്കും ഇപ്പോൾ ബെസൽ എന്താണെന്നൊക്കെ അറിയാം, ടി വിയിൽ എന്താണെന്നൊക്കെ. അതുകൊണ്ട് അങ്ങനെ ബെസൽ എന്ന് പറയുന്നത് സിമ്പിൾ ടേംസ്. ഈ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ഈ മതിലിനോട് മറ്റേ മുട്ടിയില്ല ആ രീതിയിലാണ് നിൽക്കുന്നത്. അത്രയും എഡ്ജ് ടു എഡ്ജ് ആയിട്ടാണ് ഈ സ്ക്രീൻ നിൽക്കുന്നത്. പെട്ടെന്ന് നിങ്ങൾക്ക് ഈ റേഷ്യോ കാണുമ്പോൾ ഇതൊരു വൈഡ് ആംഗിൾ ഫോട്ടോയിൽ എടുത്തിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വൈഡായിട്ട് തോന്നിക്കാം. പക്ഷേ ഇത് 1.90:1 റേഷ്യോ സ്ക്രീൻ, പ്രോപ്പർ IMAX സ്ക്രീൻ. ഏത് IMAX GT അല്ലെങ്കിൽ 70mm സ്ക്രീൻ അല്ല, അത് 1.43:1 സ്ക്രീൻ. അതിപ്പോൾ നാട്ടിലില്ലടേ. നമ്മുടെ നാട്ടിൽ ആകെ ഒരെണ്ണമുള്ള അവിടെ സിനിമ കളിക്കണമില്ല. അപ്പോൾ അതിന് വേണ്ടിക്കൊണ്ട് കരഞ്ഞിട്ട് കാര്യമില്ല, കിട്ടൂല. എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, കിട്ടൂല. അത് തിരിച്ചു വഞ്ഞില്ല. അപ്പോൾ വഞ്ഞാണെങ്കിൽ തന്നെ വല്ല GT കാര്യം കൊണ്ട് അതിനുള്ള ഇവിടെ ഒന്നും ആരും ഇതുവരെ GT ഒന്നും എടുത്തിട്ടില്ല. കിട്ടുമ്പോൾ പറയാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഓണം ആഘോഷിക്കുക, അതെനിക്ക് പറയാനുള്ളത്. ട്രിവാൻഡ്രത്ത് ഇത് തന്നെയാണ് ഇരിക്കണം, കുറച്ച് വലിപ്പം ഉണ്ടെന്നേ ഉള്ളൂ ഇതിനേക്കാളും. പക്ഷേ വീണ്ടും പറയാണ് 3D 4K പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇവിടെ പറ്റും. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയൂടെ, നമ്മൾക്ക് അഹങ്കാരമാണ്, നമ്മൾ പറയും. പിന്നെ വേറെ എന്താണ്, വേറെ ബക്കറ്റ് കിറ്റ് മറ്റേ മറിച്ച് വേറെ ഒന്നും ഞാൻ പറയാനുള്ള. റൂഫ് മാറ്റി. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, സ്ക്രീൻ പൊളിച്ചാൽ സ്ക്രീൻ മാത്രമേ മാറ്റുള്ളൂ, പ്രൊജക്ടർ മാത്രമേ മാറ്റുള്ളൂ, ബാക്കിയൊക്കെ മാറ്റി. ഇവിടെ മൊത്തത്തിൽ പൊളിച്ചാൽ സ്ക്രീൻ 2 ഇപ്പോൾ എറർ നോട്ട് ഫൗണ്ട്, സാധനം കാണില്ല. നേരെ IMAX മാറ്റിയിരിക്കുന്നത്. IMAX വന്ന് മൊത്തം തുടച്ച് ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഒരു സാധനം ഞാൻ ശ്രദ്ധിച്ചത്, ഈ പ്രൊജക്ടറിൻ്റെ തൊട്ടടിയിൽ പ്രൊജക്ഷൻ ബൂത്ത് വരുന്നതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ ഗ്ലാസ് വരുന്നതിൻ്റെ നേരെ അടിയിൽ തന്നെ കുറച്ച് സീറ്റ്സ് വേക്കൻ്റ് ആയിട്ട് ഇങ്ങനെ ഇട്ട്. അതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്ഷൻ്റെ ഫ്രണ്ടിലൂടെ ചിലവർ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴോ അല്ലെങ്കിൽ വല്ല കൈ പൊക്കിയാലോ അല്ലെങ്കിൽ തിരിഞ്ഞ് നോക്കി പ്രൊജക്ഷനിലേക്ക് നോക്കി കണ്ണ് കേടണ്ടെന്ന് വെച്ചിട്ട് ചെയ്തതാണെന്നുള്ള. മേക്ക് സെൻസ്, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ഒരു 3-4-5 ടോപ്പ് മോസ്റ്റ് സീറ്റ്സ് നഷ്ടപ്പെട്ടു. പക്ഷേ ദ റിയൽ തിയേറ്റർ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നല്ല സീറ്റ് എന്ന് പറഞ്ഞാൽ മുകളിലെ സീറ്റ് അല്ല എന്ന്. ഞങ്ങൾ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, തിയേറ്റേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എപ്പോഴും സെൻട്രൽ സീറ്റ് നടുവേ ആണ് സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ചില IMAX തിയേറ്ററിൻ്റെ സ്ലോപ്പിംഗ് ഇൻക്ലിനേഷനൊക്കെ വേറെ രീതിയിലാകുമ്പോൾ അത് അങ്ങോട്ടും കൂടെയൊക്കെ മാറും. പക്ഷേ എനിക്കെന്തായാലും സെൻറ്ററിലിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ സെൻറ്റർ I റോ എടുത്തിട്ടാണ് ഞാൻ കണ്ടത്. അതിൻ്റെ തൊട്ട് മുന്നേ വേറെ റോയും കൂടി ഉണ്ട്, അതേതായിരുന്നു H റോ ആണെന്ന് തോന്നുന്നുണ്ട്. H റോ എൻ്റെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ ലെഗ് സ്പേസ് ഉണ്ട്. ആ ഒരു പാർട്ടീഷൻ വരുന്ന ഏരിയയാണ്. പിന്നെ സ്പീക്കിംഗ് ഓഫ് ലെഗ് സ്പേസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ലെഗ് സ്പേസസ് ഐവ് സീൻ ഇൻ IMAX. ബ്രോഡ്വേ സിനിമാസിനേക്കാളും നമ്മുടെ ഇവിടുത്തെ ഫോറമോൾ PXLിനേക്കാളും ട്രിവാൻഡ്രത്തുള്ള PVRൻ്റെ IMAXിനേക്കാളും ഒക്കെ ലെഗ് സ്പേസ് എനിക്കിവിടെ തോന്നിച്ചു. കാര്യമായിട്ട് പറയാൻ. പിന്നെ ഇൻറ്റീരിയേഴ്സ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. കുറേ ലൈറ്റൊക്കെ കത്തിച്ച് വിറപ്പിക്കണ ഒരു സംഭവമില്ല. എക്സിറ്റ് ലൈറ്റ് കാണത്ത് പോലുമില്ല, ഒളിപ്പിച്ച് ഇങ്ങനെ ടണലിനകത്തേക്ക് കയറ്റിയിട്ടാണ് വെച്ചിരിക്കുന്നത് ബ്രോഡ്വേയിലെ പോലെ. അതുകൊണ്ട് എക്സിറ്റ് ലൈറ്റ് ഇഷ്യൂ ഒന്നും വരുന്നില്ല. പിന്നെ സൈഡ് ലൈറ്റ്സ്, ഗ്രൗണ്ട് ലൈറ്റ്സ് ഒക്കെ വളരെ വളരെ ഡിമ്മാണ്. സൈഡ് ലൈറ്റൊന്നും ഒക്കെ കംപ്ലീറ്റ്ലി ഓഫാക്കി കൂരിട്ടത്തേക്ക് നമ്മൾ പടം കാണുന്നത്. പുഷ്പ എന്നുള്ള സിനിമ കണ്ടപ്പോൾ അതിൻ്റെ DMR സൗണ്ടായാലും വിഷ്വലായാലും കിടിലം. ആ കിടിലമായതുകൊണ്ട് വേറെ കുഴപ്പമുണ്ടായി, പുഷ്പയിൽ ചെയ്തു വെച്ചിരിക്കുന്ന അൽക്കുലത്ത് ഗ്രാഫിക്സ് മൊത്തം CGI കംപ്ലീറ്റ് മിസ്റ്റേക്സ് കാണാൻ പറ്റി. നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റി, എല്ലാം കാണാൻ പറ്റി. ഞാൻ കുറച്ച് കോമഡിയൊക്കെ കാണിച്ചു തരാം. അതായത് ഇവിടെ ഒരു സ്ക്രീനിൽ നോക്കുമ്പോഴേക്കും ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഗ്രീൻ സ്ക്രീനിൽ എടുത്തേക്കണ കട്ടൗട്ടൊക്കെ കാണുന്നില്ല. പുറകിക്കുന്ന ആൾക്കാർ പ്രേത ഗ്ലോ പോലെ ഇരിക്കുന്നത്, പ്രേതങ്ങൾ ഗ്ലോ ചെയ്ത് നിൽക്കില്ല ചില സിനിമയിൽ, അതുപോലെ ഇരിക്കുന്നത്. അങ്ങനത്തെ കോമഡിയൊക്കെ കാണേണ്ടി വന്നു. എല്ലാ CGI ഇഷ്യൂസും നല്ല വ്യക്തമായിട്ട് വെടിപ്പായിട്ട് കാണാൻ പറ്റി. പക്ഷേ ഫീലിങ്സ് എന്ന് പറഞ്ഞ പാട്ട്, നമ്മുടെ സാമി എന്ന് പറഞ്ഞ പാട്ട്, പിന്നെ മറ്റേ കിസ്ക് എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുക നല്ല കളർഫുൾ, നമ്മൾ ജെംസ് മുട്ടായി പോലെ ഇരുന്ന് വെച്ച് നമ്മുടെ പുഷ്പ 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 ചായ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടില്ല സൗണ്ടും ഒരു രക്ഷയില്ലാത്ത സൗണ്ടും അന്യായ വിഷ്വൽ ക്ലാരിറ്റി. അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം, ഒന്നുകൂടി ഞാൻ പറയട്ടെ, അന്യായ വിഷ്വൽ ക്ലാരിറ്റി. എനിക്കറിയാം കുറേ മരക്കുരു പൊട്ടും, പൊട്ടട്ടെ നല്ല രീതിയിൽ പൊട്ടട്ടെ. കാരണം ഞാൻ ഉള്ളതേ പറയാനുള്ളത്. നിങ്ങളിവിടെ വാ കമോൺ വന്നിട്ട് സിനിമ ആണ് ഇവിടെ 3D, അതുകൂടാതെ അല്ലെങ്കിൽ 2D കണ്ടു കഴിഞ്ഞിട്ട് ആ കളേഴ്സും ജെംസ് മിഠായി പോലെയുള്ള നിറങ്ങളും നല്ല സാച്ചുറേറ്റഡ് നല്ല അടിപൊളി ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയുള്ള പ്രൊജക്ഷനെ കണ്ടിട്ട് നാട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ആലോചിക്കണം, ശരിയാണ് ഇവൻ പറഞ്ഞത്, ഒരു രക്ഷയില്ല, വേറെ ലെവൽ തിയേറ്ററാണ് കേരളത്തിലാണ് നിങ്ങൾ പറയും.
പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ ഓർക്കും മനസ്സിൽ. പറയാൻ ഭയങ്കര മടിയാണ്. ചിലവന്മാർക്ക് എന്ത് ചെയ്താലും പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ ഇവന്മാർ മനസ്സിൽ വിചാരിക്കും ശരിയാണ്, പ്രാന്തം പറയും, മറ്റവൻ പറഞ്ഞാൽ ശരിയാണ്ടാന്ന് പറയൂടെ, നീയൊക്കെ പറയും. താങ്ക് യു സിനിപോളിസ്, ഇങ്ങനൊരു അവസരം എനിക്ക് ഉണ്ടാക്കി തന്നതിൽ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു വല്ലാത്ത മനസ്സുകൊണ്ടാണ് ഇത് എനിക്കിങ്ങനെ പറയാനല്ലേ. എനിക്കറിയില്ല, എനിക്ക് ഭയങ്കര മനസ്സുകൊണ്ടറിയാം. കുറേ നാളുടെ കുറേ മരക്കോണ കേട്ടാണ് ഇപ്പോഴാണ് എനിക്കൊരു തിരിച്ചു കൊടുക്കാനുള്ള അവസരം. അപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ വിളയാടും. ഈ വരാൻ പോകുന്ന 2 കൊല്ലത്തിന് നല്ലപോലെ വിളയാടും. ഇവിടുത്തെ കൊച്ചിയിലെ തിയേറ്ററിലെ കാര്യങ്ങൾ പറയുമ്പോഴേക്കും സരിത വഞ്ഞുണ്ട്, അപ്പോൾ ഒരു വിളയാട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനോക്സ് വരുന്നുണ്ട്, അപ്പോൾ ഒരു വിളയാട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് സാധനങ്ങൾ വഞ്ഞുണ്ട്. എല്ലാത്തിനും വിളയാട്ടുണ്ടാവും ഇവിടെ. അത് വിളയാടുള്ള വക നമുക്ക് നമ്മുടെ ഇവിടുത്തെ ആളുകൾ നമുക്ക് നമ്മുടെ മച്ചന്മാർ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിക്കാർ ഇവിടെ കൊണ്ടുവന്ന് വിളയാടും. നിങ്ങൾ വാ, എനിക്ക് സന്തോഷമുള്ളൂ. നിങ്ങൾ ലോകമെമ്പാടുന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ വന്നിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിൽ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന സിനിമ കാണാം. അങ്ങനെ വേണം. അല്ലാതെ നിങ്ങൾ പറ്റി ഞങ്ങൾക്ക് മാത്രമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കണമല്ല. എടാ ഇങ്ങനെ വാ, നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. എനിക്ക് സന്തോഷമുള്ള അതിനകത്ത് ഈ കോണയൊക്കെ നിർത്തിയിട്ട് വന്നിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. ഈ അഡ്മിറ്റ് എന്ന് പറ, സന്തോഷം, എനിക്ക് സന്തോഷമുള്ളൂ. ഇതെനിക്ക് പറയുന്നത് എനിക്കെന്താ അറിയില്ല, ഒരു ഭയങ്കര മനുഷ്യവും അതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഇന്ന് ഞാൻ ഓവർ എക്സൈറ്റഡാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു, കാരണം അത്രയും ബോധിപ്പിച്ചു. ഇതെങ്ങാനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് പറയാമല്ലോ, ഉള്ള കാര്യം ഞാൻ പറയാം, വലിച്ച് കീറുമായിരുന്നു. ഞാൻ നല്ല അസലായിട്ട് വല്ലതും പറയുമായിരുന്നു, എന്തെങ്കിലും മോശം അനുഭവം ഉള്ള സെറ്റപ്പായിരുന്നെങ്കിൽ. ഇല്ല, എനിക്കൊന്നുമില്ല, മോശമായിട്ട് എനിക്കൊന്നും പറയാനില്ല, ഒന്നുമില്ല. എനിക്ക് ആകെയുള്ളൊരു സങ്കടം എന്ന് പറഞ്ഞാൽ 6 ചാനൽ ആയിപ്പോയി, 12 അല്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു കുഴപ്പമില്ലടേ, ഞാൻ പറയില്ല, വർഷത്തിലായ കുറച്ച് സിനിമകളെ 12 ചാനൽ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 6 ചാനൽ കുഴപ്പമില്ല. പക്ഷേ വീണ്ടും പറയുന്നത് ഞങ്ങൾക്ക് 4K 3D പ്ലേ ചെയ്യാം, 4K 3D DCP പ്ലേ ചെയ്യാം. നിങ്ങൾക്കത് പറ്റൂല, കേരളത്തിൽ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ പറ്റൂല. ഐമാക്സിൽ ആകെ 2 ഐമാക്സേ ഉള്ളു കേരളത്തിൽ, അതിൽ നല്ലത് ഞങ്ങൾ തന്നെയാണ്. പറയൂടെ, നിങ്ങൾ പട്ടി ഷോ കണ്ടേ പറ്റുള്ളൂ, ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. നീയൊക്കെ പൊങ്കാലി എന്ത് കോപ്പണായിട്ട് താഴത്തില്ലല്ല. ഇന്ന് ഞാൻ മറ്റേ പുഷ്പ കോണ മോഡിലാണ്. പിന്നെ വേറെന്താണ്, രാഹുലോട് എനിക്ക് നന്ദിയും സ്നേഹവും കടപ്പാടും മാത്രമേ ഉള്ളൂ. അതുകൂടാതെ രാഹുൽ ഇന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഈ നല്ല പടം ഞാൻ ഒന്നുകൂടി കാണാം എന്നുള്ള തീരുമാനം, റിസ്ക്കുമൊക്കെ എടുത്തത്. അവസാനമൊക്കെ ഞങ്ങൾക്ക് മതിയാടേ. പിന്നെ ഞങ്ങൾ മറ്റേ ഇങ്ങനെ തിയേറ്ററിൻ്റെ ഭംഗി മൊത്തം ആസ്വദിക്കുകയായിരുന്നു. കുറച്ചിപ്പോൾ സൈഡിൽ നമ്മളൊരു മച്ചാൻ, നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു. മച്ചാൻ സിനിമ കണ്ടിട്ട് ഒരു വിധമായിട്ടോ, മച്ചാൻ ഇങ്ങനെ എൻ്റെ പൊന്നോ എന്താണെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വന്ന് ഭയങ്കര ഓവറായിരുന്നു എന്നൊക്കെ പുള്ളി ഞങ്ങളോട് ഷെയർ ചെയ്തതിന് ഞങ്ങൾ കുറേ പേരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. വേറൊരു മച്ചാൻ നമ്മളെ വീഡിയോ തന്നെ കണ്ട മച്ചാനൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. നല്ല രസമായിരുന്നു. ഈ തിയേറ്ററിൽ വന്ന് നമ്മൾ ഒരുപാട് പേര് ഇതുപോലെ പരിചയപ്പെട്ട്. പണ്ട് ഞാൻ ട്രിവാൻഡ്രം ഐമാക്സിൽ സിനിമ കാണാൻ വേണ്ടിയിട്ട് അവതാർ വേ ഓഫ് വാട്ടർ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ മോർണിംഗ് 6 മണിക്കത്തെ ഷോയിൽ പോയപ്പോഴേക്കും ഞാൻ അവിടെ വെച്ച് മോനി എന്ന് പറഞ്ഞ മച്ചാനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവന്മാരൊക്കെ ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല, ഇടയ്ക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഈ തിരക്കേറിയ ഒരു സിറ്റുവേഷനിൽ കുറച്ച് ടച്ച് വിട്ടുപോയി. എന്തായാലും അങ്ങനെ ഞാൻ ഒരുപാട് പേരുടെ ഇപ്പോൾ വനിതയിലൊക്കെ ആണെങ്കിലൊക്കെ എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്. നമ്മൾ സിനിമ കാണാൻ പോയി കൂട്ടുകാരായ ഒരുപാട് പേരുണ്ട്. ആഷ്പിലായിക്കോട്ടെ, ഗോപൻ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇൻ്റർനാഷണൽ ജിമ്മിൻ്റെ ഓണറായിട്ടുള്ള ചേട്ടൻ, അങ്ങനെ പറയാൻ പോയ ലിസ്റ്റ് ഗോസ് ഓൺ ആൻഡ് ഓൺ അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചാൽ ഇവരെല്ലാവരുമായിട്ട് എനിക്ക് മുഫാസ 3D അല്ലെങ്കിൽ ഒരു ഫുൾ സ്ക്രീനായി നിൽക്കുന്ന ഒരു സിനിമ പോയി എനിക്കിവിടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞങ്ങൾ കണ്ടതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല, കാരണം നിങ്ങൾക്ക് ആ ക്ലാരിറ്റി നഷ്ടപ്പെടേണ്ട. അത് മാത്രമല്ല എനിക്ക് സ്ട്രൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടണ്ടെന്നും കൂടെ വിചാരിച്ചിട്ട് തന്നെയാണ് ഗൂഗിൾ ഡ്രൈവിൽ ഞാൻ ഒറിജിനൽ പിക്ചർ ക്വാളിറ്റി ആൻഡ് ഒറിജിനൽ ഞാൻ ഷൂട്ട് ചെയ്ത iPhone 13 Pro Maxൽ വീഡിയോ ക്വാളിറ്റിയും കൂടി ഞാൻ ഇട്ടേക്കാം, എടുത്ത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് തിയേറ്റർ ഇൻ കേരള എന്ന് പറയാൻ കാരണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഏരീസ് ഓൾറെഡി എൻ്റെ മനസ്സിൽ ഏറ്റവും മികച്ച തിയേറ്ററിൽ ഇടം നേടിയ ഒരു തിയേറ്ററാണ്. പക്ഷേ ഇപ്പോൾ അതടിപ്പോയി. കാരണം എന്താണെന്ന് അറിയാമോ, ഫ്ലാറ്റ് സ്ക്രീനില്ല അവിടെ, ഇൻക്ലിനേഷൻ ഇല്ല സീറ്റിന്. സ്പീക്കിംഗ് ഓഫ് ഇൻക്ലിനേഷൻ, ഇവിടെ സ്റ്റേഡിയം സ്റ്റൈൽ സീറ്റിംഗ് ദിങ്ങാന എത്ര ഡിഗ്രിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല കുത്തനെയുള്ള സീറ്റ്. അപ്പോൾ ഏരീസിൻ്റെ പോരായ്മകൾ ഈ ഐമാക്സ് നികത്തി. നിങ്ങളുടെ ട്രിവാൻഡ്രത്തുള്ള ഐമാക്സ് നികത്താൻ പറ്റിയില്ല, പക്ഷേ ഞങ്ങൾക്ക് നികത്താൻ പറ്റി. ഏരീസിൽ 4K 3D പ്ലേ ചെയ്യാൻ പറ്റും, പക്ഷെ അവിടെ DCP കിട്ടൂല, പൊതുവെ കിട്ടാറില്ല ഇന്ത്യയിൽ സാധാരണ തിയേറ്റേഴ്സിന്. പക്ഷേ ഐമാക്സിൽ 4K 3D DCP കിട്ടും. അതാര് കാണും? ഞങ്ങൾ കൊച്ചിയിലുള്ളവർ, ഈ തിയേറ്ററിൽ പോണവർ കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏരീസ് ഉണ്ടായിട്ടും അവിടെ കൈരളി നിലാശ്രീ ആയിക്കോട്ടെ,
ന്യൂ തിയേറ്റർ ആയിക്കോട്ടെ, PVR IMAX ആയിക്കോട്ടെ, എന്തുണ്ടായിട്ടും എന്താ കാര്യം? 4K 3D DCP കാണുമെങ്കിൽ കൊച്ചി സിനിപോളിസ് IMAXിൽ വരണം. നീയൊക്കെ എത്ര പുച്ഛിച്ചാലും ആ DCP കാണണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഈ നിങ്ങളൊക്കെ ചെറുതാണെന്ന് പറയുന്ന തിയേറ്റർ തന്നെ വരണം. മനസ്സിലായ? ഇതാണ് കർമ്മ. ഇങ്ങനെയാണ് കർമ്മ തിരിച്ചടിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കുറ്റം പറഞ്ഞിട്ടോ അവസാനം ഇവിടെ വന്നിരുന്ന് കാണേണ്ട അവസ്ഥയില്ലേ? ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്കിങ്ങ് തിരിച്ചടിക്കും. ട്രിവാൻഡ്രത്ത് എന്താണ് സ്ക്രീൻ മറ്റേ ലേസറും അതുപോലെ തന്നെ എന്താ പറയുക 12 ചാനലാക്കിയ ഓഫ് കോഴ്സ് ഞാനും ഒരു അന്തസ്സുറവും ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ട്രെയിനോ കാറോ ബസ്സോ എങ്ങനെയാണെന്ന് വെച്ചാൽ കയറി ഞാനും വന്ന് അവിടെ കണ്ടോളാം. പക്ഷെ അതുവരെ ഇപ്പം എന്താണ് 4K 3D കാണാൻ പറ്റില്ല നിങ്ങൾക്ക്, അതും ലേസറിൽ കാണാം. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു നാണക്കേട് വിചാരിക്കാതെ ട്രെയിനോ ബസ്സോ കാറോ എന്താണെന്ന് വെച്ചാൽ പിടിച്ചിട്ട് ഇങ്ങ് പോരി. എന്നിട്ട് സിനിപോളിസ് കൊച്ചി സ്ക്രീൻ 2 അതായത് IMAX വിത്ത് ലേസറിൽ വന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം പറയാം. സത്യസന്ധമായിട്ട് പറയണം, കൊണ അടിക്കരുത്, സത്യസന്ധമായിട്ട് പറയണം. ഇതിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അത്ര ചെറിയ സ്ക്രീനൊന്നും അല്ലാന്ന്. പറയപ്പെടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്ക്രീൻ എന്നൊക്കെ പറയും, പക്ഷേ അപ്പോഴും ഇതെന്താണ് IMAX വിത്ത് ലേസറാണ്. രാഹുലിനൊന്ന് കണ്ടു നോക്കി, ഇത് ഇത്ര ഉള്ള രാഹുലും ഇത്ര ഉള്ള സ്ക്രീനും. അപ്പോൾ വലിപ്പം അത്ര ചെറുതല്ലാന്ന് മനസ്സിലായില്ലേ? 52 അടി എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ PVR PXL ഫോറമോള് 55 അടി സംതിങ് ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വലിയ സൈസ് വ്യത്യാസമില്ല. അപ്പം എന്ത് ചെയ്യണം? ഞാൻ പറയണത് കേട്ടിട്ട് നല്ലൊരു ഫുൾ സ്ക്രീൻ 3D സിനിമ ഇവിടെ വന്ന് കണ്ടു വെക്കുക. IMAXിൽ DMR ചെയ്തിട്ടുള്ളത് അറിയാൻ പാടില്ലെങ്കിൽ ചോദിക്കുക, ഏട്ടൻ പറഞ്ഞുതരാം, എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? അപ്പോൾ IMAX കൊച്ചി എക്സ്പീരിയൻസ് വാസ് അമേസിങ്. വേറെ ലെവലായിരുന്നു, അടിപൊളി. ഞാൻ ജെന്യുവൻലി പറയണേ കേസ്, അത് ഞാൻ ഇത്രയും നേരത്തുള്ള കുണമോടെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് കാര്യമായിട്ട് പറയണേ, ഞാൻ ജെന്യുവൻലി പറയണതാണ്, കിടിലാണ്. പക്ഷേ എന്നോടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കണതാണ്, ഇതാണോ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസാണോ ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അൺഡൗട്ടഡ്ലി കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസാണ് ബെസ്റ്റ്. കാരണം അവിടെ 70 ഫീറ്റോളം വലുതായ സ്ക്രീനുണ്ട്. കൂടാതെ അതേ മൾട്ടിപ്ലക്സിൽ തന്നെ എന്തുണ്ട്? ബ്രോഡ്വേസ് എപ്പിക് സ്ക്രീൻ കൂടിയുണ്ട്. അതും ഏകദേശം ഈക്വൽ ഇൻ സൈസ്, മേ ബി ഒരു അടിയോളം എനിക്കൊന്ന് വലിപ്പം കൂടുതലാണല്ലോ അതിന്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ മലയാളം സിനിമ, റീജിയണൽ സിനിമയൊക്കെ അവിടെ കാണാനും പറ്റും. അതുകൂടാതെ IMAXും കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ ആസ് എ മൾട്ടിപ്ലെക്സ് അവരെ തന്നെയാണ് സൗത്ത് ഇന്ത്യയിൽ ബെസ്റ്റായിട്ട് ഞാൻ കരുതുന്നത്. അതിലൊരു ഡൗട്ടും വേണ്ട. പക്ഷേ ഇത് ഒട്ടും പിന്നിലല്ല. കാരണം ഇവിടെ ക്ലാരിറ്റി കുറച്ചും കൂടി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അത് കുറേ പേര് ഇപ്പോൾ പറയും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഈ പ്രൊജക്ടർ എന്ന് പറഞ്ഞ സാധനത്തിന് ഇത്ര ഫീറ്റ് തൊട്ട് ഇത്ര ഫീറ്റ് വരെയായിരിക്കും അത് പ്രൊജക്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ കേപ്പബിലിറ്റി ഉള്ളത്. ഇപ്പോൾ ഒരു പ്രൊജക്ടർ ഇത്ര വിലയുടെ പ്രൊജക്ടർ മേടിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു 30 ഫീറ്റ് തൊട്ട് അല്ലെങ്കിൽ ഒരു 70 ഫീറ്റ് വരെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരിക്കും അതിൻ്റെ പ്രൊജക്ഷൻ സൈസ് ഇരിക്കുന്നത്, പ്രൊജക്ഷൻ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിന് 70 ഫീറ്റ് വരെ ഒക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ എന്താണ് 52 ഫീറ്റേ ഉള്ളൂ. പക്ഷേ അപ്പോൾ അതിൻ്റെ ഗുണം എന്താ? ഇമേജസ് കളേഴ്സ് കുറച്ചുകൂടി ക്രിസ്പ് ആൻഡ് ഷാർപ്പായിരിക്കും. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഒരു പ്രൊജക്ടർ ഉപയോഗിക്കണം. ഞാൻ വീട്ടിൽ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്കറിയാം. എൻ്റെ പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഏകദേശം 30 അടി തൊട്ട് 300 അടി വരെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ടറാണ്. പക്ഷേ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്ന എത്രയിലാണ്? 80 അടിയോളം വലിപ്പത്തിലാണ്, ഇടയ്ക്ക് 100 അടി. അപ്പോൾ ഈ 80 അടിയുടെ ക്ലാരിറ്റി അല്ല 100 അടി കിട്ടുന്നത്. 300 അടി കിട്ടുന്നത് ഈ പറഞ്ഞ 80 അടിയുടെ ക്ലാരിറ്റി അല്ല. ആ ക്ലാരിറ്റി നല്ല കൂടി നിൽക്കാൻ പോണത് അതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അതിൻ്റെ സ്വീറ്റ് സ്പോട്ട് എനിക്കത് ഫീൽ ചെയ്തേക്കുന്നത് 75 to 80 ജസ്റ്റിലാണ്. അപ്പോൾ ഇനി കണ്ടമാനം സിനിമകൾ ഞാനിവിടെ കാണും, അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇട്ടോളാം. എനിവേസ്, ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ താങ്ക് സിനിപോളിസ് കൊച്ചി for giving us an IMAX with laser, and that was a great one. Thank you so much. ഒരൊറ്റ അടി കൊണ്ട് എന്താ പറയുക, കളി മാറ്റി എന്ന് പറഞ്ഞ പോലെയാണ് സിനിപോളിസ് ചെയ്തിരിക്കുന്നത്. അവരുടെ ലെഗസി അവർ തിരിച്ചു പിടിച്ച് ഒരിടക്ക് കൊച്ചിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്ററായി നിന്നേച്ച സിനിപോളിസ്, 11 സ്ക്രീൻസോടെ വന്ന സിനിപോളിസ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. വാട്ട് എ കം ബാക്ക്! ഒരൊറ്റ സ്ക്രീൻ കൊണ്ട്. ഇനി വരാൻ കിടക്കണം ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവർ ഇനി ചുറ്റുമുള്ള എല്ലാ സ്ക്രീൻസും മോഡിഫൈ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സപ്പോർട്ട്. എന്ത് IMAX സിനിമ വന്നാലും കഴിവതും ഒരെണ്ണം പോലും മിസ് ചെയ്യാതെ ഞാൻ, രാഹുലും എല്ലാവരും ഞങ്ങളുടെ IMAX എന്തൂസിയാസ്റ്റായിട്ടുള്ള പിള്ളേർ മൊത്തം നിങ്ങളുടെ തിയേറ്ററായ സിനിപോളിസ് IMAX കൊച്ചിയിൽ തന്നെ വന്ന്
സിനിമ കണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഒരു സജഷൻ കൂടി എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സിനിപോളിസിൻ്റെ അധികൃതർ കാണുമെന്ന് എനിക്കറിയാം. അല്ലാതെ ഞാൻ നിങ്ങളെ നേരിട്ട് കാണുമ്പോഴും ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്യാം. ഇത് അല്ലാതെ വേറെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നോളൻ്റെ ഒരു ഐമാക്സ് ഫെസ്റ്റ് തന്നെ നിങ്ങൾ നടത്തണം, ഫിലിം ഫെസ്റ്റിവൽ. ഓരോ ആഴ്ചയും ഓരോ നോളൻ്റെ സിനിമ വീതം ഒരു ഷോ എങ്കിലും വേറെ ലെവലായിരിക്കും ഇവിടെ. അതേപോലെ മാൻ ഓഫ് സ്റ്റീൽ, പസഫിക് റിം, മിഷൻ ഇമ്പോസിബിൾ ഗോസ്റ്റ് പ്രോട്ടോക്കോൾ, ടോപ്പ് ഗൺ മാവറിക്, രോമ എഴുന്നേറ്റൊക്കെ ഉണ്ടപ്പാ. പക്ഷെ എൻ്റെ അളിയാ, അങ്ങനെ കുറേ സിനിമകളുണ്ട് ഐമാക്സിന് വേണ്ടി ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കി അത് ഞാനൊരു റീലായിട്ട് ഇടുന്നുണ്ട്. എന്തായാലും ആ സിനിമകളൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം ഇൻ ഐമാക്സ് എന്ന് ആഗ്രഹമുണ്ട്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ആൻഡ് ഇൻഫിനിറ്റി വാർ ഫുള്ളി ഷോട്ട് ഇൻ 1.90 ഐമാക്സ് ഈ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഭയങ്കര ആഗ്രഹം അത് നടക്കട്ടെ എന്നും കൂടി ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. ഇഷ്ടംപോലെ സിനിമകളുണ്ടേ. അപ്പോൾ എന്തായാലും നിങ്ങൾ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, നമുക്ക് റിലീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നും കൂടി മനസ്സുകൊണ്ട് ആഗ്രഹിക്കണേണ്ട. ഇൻസെപ്ഷനൊക്കെ എൻ്റെ മോനെ ഒന്ന് ആലോചിച്ച് നോക്കി, ഡാർക്ക് നൈറ്റൊക്കെ കാണുന്നത്. എനിവേസ് അവതാറും ഓഫ് കോഴ്സ് അവതാറിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. ടൈറ്റാനിക്കിന്, ജെയിംസ് ക്യാമറോണിൻ്റെ സിനിമകളൊക്കെ റിലീസ് ചെയ്യട്ടെ ഇവിടെ. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ തുടക്കമാണ്. ഇത് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലേ ഇവർ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ, നല്ല ഫുട്ബോൾസ് ഉണ്ടാവുള്ളൂ. ഒരുപാട് ഐമാക്സ് ഉൾപ്പെടെ ഇഷ്ടം പോലെയുള്ള വേറെ തിയേറ്റേഴ്സ്, വേറെ ഇവിടെ കോമ്പറ്റീഷൻ ആയിട്ട് മറ്റുള്ള ബ്രാൻഡ്സും വരുള്ളൂ. അപ്പോൾ ലെറ്റ് ദിസ് ബി എ സ്റ്റാർട്ട് ആൻഡ് ദിസ് ഇസ് വൺ വെരി ഗുഡ് സ്റ്റാർട്ട്. ബട്ട് മനസ്സുകൊണ്ട് ഞാൻ ആലോചിച്ചത്, ഇന്ന് ഞാൻ കാണേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇവർ ഇനോഗ്രേഷനായിട്ട് തുടങ്ങേണ്ടിയിരുന്ന സിനിമ ഇതല്ല, മുഫാസയായിരുന്നു. വന്നിരുന്ന് അതൊക്കെ തുറന്ന് കാണുമ്പോൾ എൻ്റെ പൊന്നെ, അത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേരും, ഞാനും രാഹുൽ ഓൾറെഡി ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് ചെയ്താണ്. ഒരാൾ വോക്സ് ഐമാക്സിൽ എക്സ്പീരിയൻസ് ആണ് ദുബായിലൊക്കെ. വേറെ ഉണ്ടായിരുന്ന മച്ചാൻ ആക്ച്വലി ആദ്യമായിട്ടുള്ള ഐമാക്സ് എക്സ്പീരിയൻസ് ആയിരുന്നു, അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഫുൾ സ്ക്രീൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സ്പൈഡർമാൻ 3, അത് നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണത്. ഇന്ത്യയിൽ പ്രസാദ് 70mm ഐമാക്സ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ലഭിച്ച ഒരു സിനിമ. അതിൻ്റെ റെക്കോർഡ് പ്രസാദിനാണ് ഇപ്പോഴും ഉള്ളത്. സ്പൈഡർമാൻ 3D ആ റെക്കോർഡ്, ടോബി മാഗ്വയറിൻ്റെ. അതിൻ്റെ 3D വേറെ സീനായിരുന്നു. ഈവൻ ഐമാക്സ് പടങ്ങളുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ആനിമേഷൻ സിനിമകളുടെ ലിസ്റ്റിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 3D ആനിമേഷൻ പടങ്ങളിൽ പീക്കിൽ നിൽക്കുന്ന 3 സിനിമകൾ എൻ്റെ അഭിപ്രായത്തിൽ ലെജൻഡ് ഓഫ് ഗാർഡിയൻസ് ഔൾസ് ഓഫ് ഗാഹൂൾ എന്ന് പറഞ്ഞ സാക്ക് സ്നൈഡറിൻ്റെ സിനിമ, അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൻടിൻ ഡയറക്റ്റഡ് ബൈ സ്റ്റീവൻ സ്പിൽബർഗും, പിന്നെ ഈ പോളാർ എക്സ്പ്രസ്സുമാണ്. അത് വേറെ ലെവൽ 3D ആയിരുന്നു. അത് ഐമാക്സിലൊക്കെ കണ്ട പൊളിക്കും, സ്കോപ്പാണെങ്കിൽ പോലും പൊളിക്കൂടെ, വേറെ സീനായിരിക്കും. ആ അമ്മാരി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാർട്ടിൻ സ്കോർസെസെ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട് ഹ്യൂഗോ, ഒരു ട്രെയിൻ സ്റ്റേഷനിലുള്ള കിണ്ണകാച്ചി 3D പടമായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടാണ്. അപ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഓൾ ദിസ്. ഐമാക്സ് വന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു വേദി കിട്ടി, ഇനി സിനിമകൾ കിട്ടിയാൽ മതി. എന്തായാലും കൊച്ചി ഐമാക്സ് തകർക്കൂടെ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട്, ഞാനതിങ്ങനെ എന്താ പറയുക, കുറച്ച് കുണയന്മാർക്കുള്ള മറുപടി കൊടുത്തു എന്നുള്ളത്. നിങ്ങൾ കേരളത്തിലുള്ളവരെല്ലാവരും, പുറത്തു നിന്നുള്ള എല്ലാവരും തീർച്ചയായിട്ടും വരിക, ഐമാക്സ് കൊച്ചി സിനിപോളിസ് എൻജോയ് ചെയ്യുക. അത് നമ്മളെല്ലാവരുടെയും കൂടെയാണ് അവിടെ. ഞാൻ ആ കുണയന്മാർക്ക് അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, പക്ഷേ ഞാൻ പറയുകയാണ് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളൊരു തിയേറ്ററാണ്. നിങ്ങളിവിടെ വന്ന എക്സ്പീരിയൻസ് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, അതെനിക്ക് പറയാനുള്ളൂ. എന്തായാലും താങ്ക് യു സോ മച്ച് സിനിപോളിസ്. കിടിലൻ തിയേറ്ററേ. ഓക്കെ, ബൈ ബൈ.